നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഈ സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ലോകത്തിൽ യഥാർത്ഥത്തിലുള്ള മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഹാർമണിയിലേക്കുമുള്ള മാറ്റം, അഹിംസയിലേക്കുള്ള മാറ്റം, പരസ്പരം വേദനിപ്പിക്കാതെ എല്ലാവരെയും പരസ്പരം സഹായിച്ചുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോകം, അതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ലോകം നിർമ്മിക്കേണ്ടത് എവിടെയാണ്? തുടക്കത്തിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ലെവൽസാണ്, മനസ്സ് പ്രവർത്തിക്കുന്ന തലങ്ങളാണ് പുറത്ത് ഉള്ള ലോകത്തിനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഓരോ സ്റ്റേറ്റിലും എത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൃശ്യങ്ങൾ മാറി മാറി വരും. ആദ്യം വളരെ വലുതാണെന്ന് ചിന്തിച്ച കാര്യങ്ങളൊക്കെ ചെറുതായി ചെറുതായി വരും. കൊടുമുടിയിലെത്തുമ്പോൾ താഴെയുള്ള സാധനമൊന്നും കാണാതെ ആവും. അതുപോലെയാണ് പ്ലെയിനിൽ വരുമ്പോൾ താഴെയുള്ളതൊക്കെ അപ്രത്യക്ഷമായി പോവുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ ഉയർച്ചയാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മനസ്സ് ഉയരുന്തോറും മാറിക്കൊണ്ടേയിരിക്കുന്നു. തിരിച്ചു പറയുകയാണെങ്കിൽ മനസ്സിൻ്റെ ഉയർച്ച അനുസരിച്ചിട്ട് ലോകത്തിൽ മാറ്റങ്ങൾ വരുന്നു. നമ്മൾ എന്തിനാണോ ശക്തി നൽകുന്നത് അത് മാനിഫെസ്റ്റ് ആവുന്നത്. അതാണ് സയൻസ് പറയുന്നത്, ക്വാണ്ടം ഫിസിക്സും പറയുന്നത്. അതാണ് പവർ ഓഫ് സജഷൻ എന്ന് പറയുന്നത്. നമ്മൾക്കൊരു ഉയർന്ന സ്റ്റേറ്റിലെത്തിയിട്ട് ആ സ്റ്റേറ്റ് തന്നെ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ചിന്തകൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം. ആ തരത്തിൽ ചിന്തകൾ വരുമ്പോൾ ആ തരത്തിലുള്ള വാക്കുകൾ വരുന്നു. ഇപ്പോൾ ലോകത്തിൽ ഹാർമണി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളിൽ ഹാർമണി കൊണ്ടുവരണം.
കൊണ്ടുവന്നാൽ മാത്രം പോരാ, ആ ലോകം പുറമേ കാണുന്നുണ്ട് എന്ന് നമ്മൾ അപ്പം തന്നെ ആ സജഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. വരട്ടെ എന്നുള്ള ചിന്ത മാറിയിട്ട് അങ്ങനെയാണ് എന്നുള്ള ഒരു തോട്ട് അവിടെ കൊണ്ടുവരണം. അതിനാണ് സങ്കല്പത്തിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇമാജിൻ എന്നാണ് നമ്മുടെ മാസ്റ്റർ. ശരിക്കും ഇമാജിൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് തന്നെ കാണുക. നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഈ ലോകത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലുണ്ട്. ധ്യാനത്തിലൂടെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് വരെ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് സഹജമാർഗത്തിൽ ധ്യാനം എന്ന് ദാജി എക്സ്പ്ലെയിൻ ചെയ്തു. ധ്യാനത്തിലൂടെ നമ്മൾ ആ സമാധിയിൽ എത്തിച്ചേരാം. ആ സമാധി അവസ്ഥയിലുള്ള ബാലൻസ് കണ്ടീഷൻ ലോകത്തിൽ നമ്മൾ കാണണം. കണ്ണ് തുറക്കുമ്പോൾ ആ കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലോകത്തിൽ അത് കാണുകയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അത് അനുഭവിക്കുക. അപ്പോൾ നമ്മളതിനെ പെർക്കുലേറ്റ് ചെയ്യണം, നമ്മുടെ ബോഡിയിലൂടെ പെർക്കുലേറ്റ് ചെയ്യണം. AEIOU എന്നുള്ള സ്റ്റെപ്സ് ദാജി പറയുന്നുണ്ട്. അക്വയർ, ഇംബൈബ്, എൻലൈവൻ, ബിക്കം വൺ ആൻഡ് ബി യുണൈറ്റഡ്. അപ്പോൾ യുണൈറ്റഡ് ആകുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലൂടെ ലോകത്തിലേക്ക് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അത് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ആ ലോകം മാറും. നമ്മുടെ തോട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് എന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. നമ്മുടെ പ്രവർത്തികൾക്ക് നമുക്ക് ആവശ്യമുള്ള ധനവും റിസോഴ്സസും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി സെൽഫ്ലെസ് ആണോ, നല്ലതാണോ, അത് സ്വാർത്ഥമാണ്. കാരണം സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സ് താഴെയാണ് നിൽക്കുന്നത്. അവിടേക്കൊരു സജഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ ഹയർ സ്റ്റേറ്റിലുള്ള മനസ്സിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഹയർ സ്റ്റേറ്റിലെ ലോകം മാത്രം, സെൽഫ്ലെസ് ആയിട്ടുള്ള ലോകം മാത്രം. അപ്പോൾ പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും നിസ്വാർത്ഥതയും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് സംഭവിച്ചു, അത് ഓൾറെഡി അങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. അപ്പം അതിന് വേണ്ട റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്, അതിന് വേണ്ട സ്കിൽസ് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് പറ്റുന്ന ആൾക്കാർ അവിടെ വന്നു ചേരും. പവർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. ശരിക്കും അവിടെ ഒരു പവറല്ല ഉപയോഗിക്കുന്നത്, സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയായി മാറുന്നു ലോകം. അപ്പോൾ ആ ഒരു പാഷൻ്റെ നമ്മുടെ സങ്കല്പം അത് സംഭവിച്ചിരിക്കുന്നു. അതാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ മനസ്സിലാക്കി നിരന്തരമായിട്ട് സ്ഥിരബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ലോകം മാനിഫെസ്റ്റ് ആവും. സമയം എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, ലോകത്തിന് മാത്രമുള്ളൊരു ഡയമെൻഷനാണ്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞ് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോ കടന്നു വരുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മളത് തന്നെ കാണണം. എല്ലാവരിലും പ്യൂരിറ്റി, എൻവയൺമെൻറ്റിൽ പരിശുദ്ധി അത് ഓൾറെഡി ഉണ്ട് എന്നുള്ള ബോധത്തിൽ, എൻ്റെ ഉള്ളിൽ നിന്നും ആ സ്നേഹം റേഡിയേറ്റ് ചെയ്യുന്നു എന്ന ബോധത്തിൽ എന്നാലാകുന്ന രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, പെർഫെക്ഷനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ ലോകത്തിൽ അത് കാണപ്പെടാൻ തുടങ്ങും. നമുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞു, നമുക്ക് സംശയങ്ങളൊന്നുമില്ല. വിൽ, ഫെയ്ത്ത്, കോൺഫിഡൻസ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മൾ കാണുന്നത് ആ പ്യുവറായിട്ടുള്ള ലോകം തന്നെ ആയിരിക്കും. ബാബുജി മഹാരാജ് പറയാറുണ്ട്, ഞാൻ താഴെയുള്ള കാര്യങ്ങൾ കാണാറില്ല, ഞാൻ ഹൃദയം മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അദ്ദേഹം എപ്പോഴും, ബാബുജി മഹാരാജ് എപ്പോഴും ഡിവൈനായിട്ടുള്ള കിങ്ഡമിൽ തന്നെയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കൈകൾ താഴേക്ക് തന്നിരിക്കുന്നു, നമ്മൾ പിടിച്ചു ഉയർത്താനായിട്ട്. പക്ഷേ മാസ്റ്റേഴ്സ് എപ്പോഴും ഡിവൈൻ കിങ്ഡമിൽ തന്നെയാണ്. അപ്പോൾ ആ ജോയ് അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ്. ഒരു പൂച്ച കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ, പൂച്ചയെ രക്ഷിക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂച്ച മാതാൻ തുടങ്ങും. ഒരു കയറിട്ട് കൊടുത്തിട്ട് പുറത്ത് നിൽക്കണം. അതുപോലെ തന്നെ ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ കൈ ഇട്ടിട്ട് അല്ലെ കയറിട്ടിട്ട് പിടിച്ച് കയറാൻ പറയണം. നമ്മൾ ഇറങ്ങിയത് നമ്മൾ ചളിക്കൊണ്ടില്ലാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ സ്റ്റേറ്റ് അത് നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം. എന്നിട്ട് ആ സ്റ്റേറ്റ് മാനിഫെസ്റ്റ് ചെയ്യുക, ആ സ്റ്റേറ്റ് നിന്നുകൊണ്ട് ചിന്തിക്കുക.
വേറെ എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റീപ്ലേസ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് ആണ് ബാബുജി മഹാരാജ്. ഡിവൈൻ തോട്ട്സ്. അപ്പം തന്നെ ഡിവൈൻ തോട്ട്സ് റീപ്ലേസ് ചെയ്യുക. റീകോൾ യുവർ കണ്ടീഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ സമാധി സ്റ്റേറ്റിനെ റീകോൾ ചെയ്യുക. അത് ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കും. അത് എപ്പോൾ വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യും. നമ്മൾ ബാങ്കിൽ അക്കൗണ്ടിൽ നാശമില്ലാത്തൊരു പൈസ എടുക്കുന്നവരാണ്. എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം ആവശ്യമുള്ളപ്പോൾ. അത് നമ്മുടെ കയ്യിലാണ്, നഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആരംഭിക്കുക. അല്ലാതെ പറയുന്ന കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ലോകത്തിൻ്റെ മാറ്റത്തിന് കൊണ്ടുവരുന്നത്, മാറ്റം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാർത്ഥത വരുന്നു. ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും അഭികാമ്യമായിട്ടൊരു ചേഞ്ച് കാണാത്തത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധി നിലനിർത്തണം. ആ പരിശുദ്ധി മാനിഫെസ്റ്റ് ചെയ്യണം. അവിടുന്ന് താഴേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, അഹിംസയെ കുറിച്ചിട്ടും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.